നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡിന് നമ്മുടെ ലൈഫിനെ മാറ്റാൻ കഴിയുമെന്ന്. എല്ലാവരും എപ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്? നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കിട്ടുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും അല്ലേ, അല്ലെങ്കിൽ ഒരു സന്തോഷം വരുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. പക്ഷേ അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയോ ഗ്രാറ്റിറ്റ്യൂഡ്? ഒരിക്കലുമല്ല. നമ്മളുടെ ലൈഫിൽ മോശം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് പോലും അതിനോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് കഴിയണം. അതായത് മോശം സാഹചര്യങ്ങളിൽ പോലും ഒരു നന്മയെ അതിൽ നിന്ന് നമുക്ക് കണ്ടെടുത്തിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെ പറയാം? ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരാൾ നിങ്ങളോട് വളരെ മോശമായി പെരുമാറുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റും? അതായത് അദ്ദേഹത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മളോടുള്ള കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സിറ്റുവേഷൻ അവിടെ നിന്ന് നമുക്ക് ക്രിയേറ്റ് ആവുന്നുണ്ടാവാം. അതിന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു എന്ന് വിചാരിക്കുക. ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റും. അതെങ്ങനെ പറയാം? അതായത് നമുക്ക് മെഡിസിൻ കഴിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? അസുഖം വരുമ്പോൾ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയും അല്ലേ? അതായത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് എത്രത്തോളം ആരോഗ്യമുണ്ടായിരുന്നു, ആരോഗ്യാവസ്ഥയിൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അസുഖം വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സാധിക്കില്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഒരു നന്മയെ കണ്ടെത്തി ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഒരു ശീലമാക്കുക.